ഗസയിൽ ബന്ദിമോചനം ഉടൻ ഉണ്ടാകും. 20 ബന്ദികളെ ഹമാസ് എന്ന് കൈമാറും. കുറച്ചധികം കാലമായി ഈ ബന്ദികൾ തടവിലാക്കപ്പെട്ട ഇവർക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ബന്ദിജനങ്ങൾ. ഇസ്രായേൽ പാർലമെന്റിനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് അഭിസംബോധന ചെയ്യുമെന്ന് കൂടി അറിയുന്നു. അമേരിക്കൻ മധു കൊട്ടാരക്കര വിവരങ്ങളുമായി ചേരുകയാണ്. ഗസയിൽ യഥാർത്ഥത്തിൽ വലിയൊരു സംഭവമാണ് നടക്കുന്നത്. ഒരുപക്ഷെ ഈ ബന്ദികളെ വലിയൊരു പരിചയമായിട്ടാണ് ഈ ഹമാസ് ഉപയോഗിച്ചത്. അപ്പോൾ പരിചയ കൈവിട്ടു പോകുന്നു. ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യവും ബാക്കിയാക്കുന്നു. പറയും മധു. ഗുഡ് മോർണിംഗ്. മോർണിംഗ് എസ്കെയിൻ. ഡൊണാൾഡ് ട്രംപ് മുമ്പോട്ട് വെച്ച 20 പോയിന്റ് സമാധാന കരാറിന്റെ ഒന്നാം ഘട്ടമാണ് ഇന്ന് ആരംഭിക്കുന്നത്. ബന്ദികളുടെ മോചനം എപ്പോൾ വേണമെങ്കിലും ഏത് നിമിഷവും നടക്കാമെന്നാണ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ന് മാധ്യമപ്രവർത്തകരുമായിട്ട് സംസാരിക്കുമ്പോൾ അറിയിച്ചിരിക്കുന്നത്. 20 പേരെങ്കിലും ജീവനോടെ ഉണ്ടാകുമെന്നാണ് അമേരിക്കയുടെ പ്രതീക്ഷ. 28 പേർ മരണപ്പെട്ടു. അവരുടെ ശരീരവും ഈ പാക്കേജിന്റെ ഭാഗമായിട്ട് കൈമാറും. എസ്കെയിൻ, ടെൽ-അവീവിൽ ബന്ദികളെ സ്വീകരിക്കുവാൻ വലിയ ജനക്കൂട്ടം രാത്രി മുഴുവൻ തടിച്ചുകൂടിയിരുന്നു. ഇവരൊക്കെ ഡൊണാൾഡ് ട്രംപിന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിൽ ടെൽ-അവീവിൽ ഏതാനും മണിക്കൂറുകൾക്കകം എത്തിച്ചേരും. ബന്ദികളെ 3 ബാച്ചുകളായിട്ടാണ് വിട്ടയക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2 ബാച്ചുകളെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് പ്രാദേശിക സമയം ഏകദേശം രാവിലെ 8 മണിയോടെ വിട്ടയക്കുകയും 3ാമത്തെ ബാച്ചിനെ ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം മറ്റൊരു സ്ഥലത്ത് നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. കരാറിന്റെ ആദ്യഘട്ടത്തിന്റെ ഭാഗമായി ഇസ്രയേലിലെ ഏകദേശം ഒരു 2000-ഓളം പാലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കും. ബന്ദികൾ ഇസ്രയേലിന്റെ അതിർത്തി കടന്നു കഴിഞ്ഞാൽ ഈ മോചിപ്പിക്കപ്പെടാൻ പോകുന്ന 100 കണക്കിന് പാലസ്തീൻ തടവുകാരുമായിട്ടുള്ള വാഹനങ്ങൾ ഗസയിലേക്ക് പോകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. എസ്കെയിൻ, ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യും. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുവാൻ ബന്ദികളുടെ കുടുംബാംഗങ്ങൾ പാർലമെന്റിൽ ഉണ്ടാകും. പിന്നീട് ഗസയുടെ ഭാവിയെക്കുറിച്ചുള്ള ഉച്ചകോടിയിൽ ഏതാണ്ട് 20-ലധികം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഈജിപ്തിലെ ഈ ഉച്ചകോടിയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടൊപ്പം ഉണ്ടായിരിക്കും. ഇന്ന് ഉച്ചയോടെ വൈറ്റ് ഹൗസിൽ നിന്ന് തിരിക്കും മുമ്പ് ഗസ യുദ്ധം അവസാനിച്ചു എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. അതേസമയം എസ്കെയിന്, ഗസയിൽ മാനുഷിക സഹായം വർദ്ധിച്ചു വരുന്നു എന്നുള്ള ഒരു നല്ല വാർത്ത ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് വരുന്നുണ്ട്. ഡസൻ കണക്കിന് മാനുഷിക സഹായ ട്രക്കുകൾ ഈ റഫ ബോർഡർ ക്രോസിംഗിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മാർച്ചിന് ശേഷം ഇതാദ്യമായിട്ട് പാചകവാതകം എത്തിച്ചേർന്നു. ഭക്ഷണം, മെഡിക്കൽ ഡെലിവറികളൊക്കെ വലിയ തോതിൽ വർദ്ധിച്ചെന്നും ഐക്യരാഷ്ട്രസഭ പറയുന്നു. ഇസ്രായേൽ പാർലമെന്റ് ഈ നെസറ്റിൽ പ്രസംഗിക്കുന്ന 4ാമത്തെ US പ്രസിഡന്റ് ആയിരിക്കും ഡൊണാൾഡ് ട്രംപ്. ഇതിനു മുമ്പ് സംസാരിച്ചത് ജിമ്മി കാർട്ടറും ക്ലിന്റണും ജോർജ് ബുഷുമായിരുന്നു. SK. താങ്ക് യു മധു കൊട്ടാരക്ക. എന്തായാലും പശ്ചിമേഷ്യയിൽ സമാധാനം പുലരട്ടെ. എത്രയോ മനുഷ്യർ കൊല്ലപ്പെട്ടു. കുഞ്ഞുങ്ങളുടെ മരണം, നമുക്ക് കുഞ്ഞുങ്ങളുടെ നിലവിളി കൊണ്ട് ഏറ്റവും അലോസരപ്പെടുന്ന ഒരു മുനമ്പായി ഈ ഗസ മാറുകയായിരുന്നു. അതുപോലെ ഒരുപാട് സ്ത്രീകളും കൊല്ലപ്പെട്ട സ്ഥലമാണ് ഈ മുനമ്പ്. അവിടെ സമാധാനം പുലരട്ടെ എന്നാണ് നമുക്ക് ആഗ്രഹിക്കാനുള്ളത്. 20 ബന്ദികളെ കൂടി മോചിപ്പിക്കുമ്പോൾ അതിന് വലിയൊരു ഘട്ടം കടക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വ്യക്തിപരമായി അമേരിക്കൻ പ്രസിഡന്റ് ഒരു വിജയം കൂടിയാണ് എന്ന് നമുക്ക് വലിയ രീതിയിൽ തന്നെ പറയണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.